അയ്യോ, എൻ്റെ കൊച്ചു കിണറ്റിൽ പോയേ എന്നുള്ള എൻ്റെ അമ്മയുടെ ദിക്ക് പൊട്ടുന്ന നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ കാണുന്നത് ശക്തിയായിട്ട് വെള്ളം ഇങ്ങനെ ഓളം തല്ലുന്ന കിണറും ആ കിണറിലേക്ക് ചാടാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന എൻ്റെ അമ്മയുമാണ്. കുട്ടി കിണറ്റിൽ പോയതാണ് എന്നുള്ളത് വന്നവർക്ക് മനസ്സിലായി. ഞാൻ എന്താ പറയാൻ പോകണമെന്നറിയോ? എൻ്റെ ഒരു വികൃതി കഥ തന്നെയാണ്. അതിൽ നമ്മളൊട്ടും പുറകിലല്ല എന്നുള്ള കാര്യം ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായതാണല്ലോ. അപ്പം നമുക്ക് കഥയിലേക്ക് വരാം. ഞാനിങ്ങനെ എൻ്റെ വീട്ടിലെ വെറുതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ, വീട്ടിലെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വെള്ളം കോരുന്ന ആ കിണറ്റിലേക്ക് ഇട്ടാൽ നല്ല രസമുണ്ടാവില്ലേ? ഞാൻ എന്ത് ചെയ്തു, ഒരു 4-5 പാത്രം എടുത്ത് ടപ്പേ ടപ്പേ ബ്ലും ബ്ലും എന്ന് പറഞ്ഞു ആ കിണറ്റിലിട്ടു. ഇത് കണ്ട പാതി കാണാത്ത പാതി കൈ കിട്ടിയ ചൂലോ വടിയോ ഏതാണ്ട് കൈ പിടിച്ചു ബോബിന് മുകളിൽ ലാൻഡ് വരുന്നത് പോലെ ഡീന്ന് വിളിച്ചുകൊണ്ട് അമ്മ ഒരൊറ്റ വരവായിരുന്നു. അമ്മയേക്കാൾ വേഗത്തിൽ 100-200 ഞാനൊരു പിടുത്തം പിടിച്ചു ഓട്ടം. ഞാനിങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ നിന്ന് ഓടി പറമ്പിൻ്റെ അതിര് വരെ അങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴേക്കും അമ്മ ഏകദേശം എത്തിയിരുന്നു. അപ്പോൾ അമ്മ കാണുന്നത് ബ്ലും എന്നൊരൊച്ചയും കിണറിലേക്ക്, ആ പൊട്ടക്കിണറിലേക്ക്, അതായത് ഞങ്ങളുടെ ഒറിജിനൽ കിണറല്ല, ഉപയോഗിക്കാത്ത ആ പൊട്ടക്കിണറിലേക്ക് ഞാൻ പോകുന്നതാണ്. ആ നിലവിളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മയുടെ നിലവിളി. ഇത് കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. എന്നിട്ട് നാട്ടുകാരെന്താ ചെയ്തെന്നറിയും? കയറെടുക്കുന്നു, അതിനകത്ത് ഇറങ്ങണ്ടേ, എന്തൊക്കെയോ അവർ കാണിച്ചു. എൻ്റെ അമ്മയുടെ നിലവിളി ഇങ്ങനെ മോളേ മോളേ എന്നുള്ള നിലവിളി ഇങ്ങനെ കൂടി 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 വരികയാണ്. കുട്ടി ഇനി കിട്ടുമോ എന്നൊക്കെയുള്ള പല വർത്തമാനങ്ങളായി. ഇതിൻ്റെ ഇടയിൽ ആരോ ചെന്ന് പറഞ്ഞ് അച്ഛൻ, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, മൊബൈലൊന്നും, അച്ഛൻ കേട്ട പാതി കേൾക്കാത്ത പാതി ജോലി സ്ഥലത്ത് നിന്നും ഓടി വന്നു. ആ നാട്ടിൽ ഇത്രയും ആൾക്കാരുണ്ട് എന്നുള്ളത് അന്നാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. എല്ലാവരും കൂടി തെരച്ചിലോട് തെരച്ചിൽ. അങ്ങനെ 3-4 പേരൊന്നിച്ച് കയറൊക്കെ കെട്ടി കിണറിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോഴേക്കൊരു ചോദ്യം, എന്തിനാ എല്ലാവരും കൂടി ഈ കിണറിൽ ഇങ്ങനെ ഇറങ്ങണേന്ന്. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാ? ഈ ഞാൻ തന്നെ. അമ്മ അടിക്കാൻ വന്നപ്പോഴേ ഞാൻ ഓടിയപ്പോൾ എൻ്റെ കാല് തട്ടി ആ കിണറിൻ്റെ വക്കത്തിരുന്ന ഒരു വലിയ കല്ല് കിണറ്റിലേക്ക് വീണു. അതിൻ്റെ ഓളം തല്ലലാണ് അമ്മയും നാട്ടുകാരൊക്കെ കണ്ടത്. ഞാൻ ആ തോടിൻ്റെ അങ്ങേ മൂലയ്ക്കൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു അമ്മയുടെ തല്ലിയിട്ടാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടുത്തെ ഈ ബഹളമൊക്കെ കണ്ടപ്പോൾ എന്താണെന്നറിയാമെന്നുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ആ തിരിച്ചു വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അച്ഛനാണോ അമ്മയാണോ എന്നറിയില്ല. ആ അതിരിനോട് ചേർന്ന് ഒരു ശീമക്കൊന്ന ഉണ്ടായിരുന്നു. ആ ശീമക്കൊന്നയുടെ ഒരു കൊമ്പിങ്ങനെ ഒടിയുന്ന ഒച്ച മാത്രം ഞാൻ കേട്ടു. പിന്നെ അവിടെയാണോ ഇവിടെയാണോ എന്നറിയാത്ത ഭാഗത്ത് ശരീരം മുഴുവൻ കൊന്നക്കമ്പ് കൊണ്ടുള്ള അടിയോടടി. അപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല, 2-3 പാത്രം എടുത്ത് കിണറ്റിട്ടേനാണോ അമ്മ ഈ അടി മുഴുവൻ അടിക്കുന്നതെന്ന്. പിന്നെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പറയാൻ തുടങ്ങി, ഇവളാരാ ആളെന്നറിയോ, പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നറിയോ, ഞങ്ങളെയൊക്കെ ഒരു കാര്യമില്ലാണ്ട് കിണറ്റിലിറക്കിയവളാ എന്നൊക്കെ. അതൊക്കെ ഒരു കാലം അല്ലേ. ചില്ലറ കുട്ടിയൊന്നും അല്ലല്ലോ എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത്? പാവം എൻ്റെ അച്ഛനും അമ്മയും എന്നെക്കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്തരം കഷ്ടപ്പാടുകളാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള ഈ കഥകളെ തന്നത്. നമ്മുടെ ബാല്യം എന്ന് പറയുന്നത് എപ്പോഴും രസമുള്ള കൗതുകമുള്ള കഥകൾ നിറഞ്ഞതാവണം. അല്ലാതെ മൊബൈലിലോ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലോ അതൊതുങ്ങിപ്പോകരുത്. നിങ്ങൾക്കുണ്ടാവില്ലേ ഇങ്ങനത്തെ കുറുമ്പൻ കഥകളൊക്കെ? ആ കഥകളൊക്കെ ഒരു മടിയും കൂടാതെ, ഒരു വിശ്വാസക്കുറവുമില്ലാതെ എനിക്ക് മെയിൽ ചെയ്തോളൂ കേട്ടോ. ഞാൻ വായിക്കാം. വായിച്ചിട്ട് തിരിച്ച് നിങ്ങൾക്ക് മെയിലിൽ റിപ്ലൈയും തരാം. ആ കഥകൾ കൊണ്ടുവന്ന് നമുക്കിവിടെ പറഞ്ഞ് എല്ലാവരെയും കേൾപ്പിക്കാം. പേടിക്കേണ്ട, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നും ഞാൻ റിവീൽ ചെയ്യില്ല. നിങ്ങളുടെ ഐഡൻറ്റിറ്റിയൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. ഓക്കെ? അപ്പോൾ എന്ത് കുറുമ്പൻ കഥകളാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എഴുതണം കേട്ടോ.
പിന്നെ ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി എഴുതുകയും വേണം. ബൈ.